കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് നമുക്കൊന്നും കൂടി കേട്ട് മുന്നോട്ട് പോകാം. സംപൂജ്യരായ മഹാത്മാക്കളിൽ വെച്ച് ശ്രേഷ്ഠരായിട്ടുള്ളവരെ സർവകർമ്മഫലദാതാവും സർവൈശ്വര്യ പരിപൂർണനും സർവസമർത്ഥനുമായ ഒരു ജഗതീശ്വരൻ ഉണ്ടെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ചില ആളുകൾ ഇതിനോട് യോജിക്കുന്നില്ല. എങ്കിലും ഇക്കൂട്ടരുടെ അഭിപ്രായം യുക്തിഭദ്രമായി തോന്നുന്നില്ല. കാരണം കർമ്മഫലത്തിന് പ്രാണികളുടെ ജീവിതത്തിൽ സ്വാധീനമില്ലെന്ന് വരുന്ന പക്ഷം അവയുടെ ജീവിതത്തിന് വൈചിത്ര്യമോ സുഖദുഃഖ ഭേദമോ ഉണ്ടാകാനിടയില്ലല്ലോ. തന്നെയുമല്ല, ഈ ലോകത്തിൽ ചില പ്രദേശങ്ങൾ സമ്പദ് സമൃദ്ധവും സുഖഭോഗ വസ്തുക്കൾ ധാരാളമുള്ളതുമായി കാണപ്പെടുന്നു. എന്നാൽ വേറെ ചില പ്രദേശങ്ങളാകട്ടെ ദരിദ്രവും ക്ലേശഭൂയിഷ്ടവുമായി കാണപ്പെടുന്നു. അപ്രകാരം തന്നെ അന്യ ലോകങ്ങളിലും സുഖസമൃദ്ധമായ സ്വർഗാദി ലോകങ്ങളും ദുഃഖപൂർണമായ നരകം തുടങ്ങിയ ലോകങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു. അതിനാൽ കർമ്മ ഫലാനുസൃതമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ഉണ്ടെന്ന് കരുതുന്നതു തന്നെയാണ് ബുദ്ധി. അപ്പൊ അദ്ദേഹം അറിവുള്ളവർ ആണിത് പറയുന്നത്. ആരാണ് ഈ അറിവുള്ളവർ? ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിവുള്ളവർ. അവരാണ് ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നത്. ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിവില്ലാതെ പോകുന്നവർ, അവർ ഈശ്വരനില്ല എന്ന് വാദിക്കുന്നു. ഈശ്വരൻ ഉണ്ട് എന്ന് പറയുവാനുള്ള കാരണങ്ങളാണ് ഇദ്ദേഹം നിരത്തിയത്. ഈ കാരണങ്ങൾ എല്ലാവർക്കും സമ്മതമായി കൊള്ളണമെന്നൊന്നുമില്ല. ഉദാഹരണത്തിന്, എനിക്ക് കർമ്മ ഫലങ്ങളിലൊന്നും വിശ്വാസമില്ല. കർമ്മം, പുനർജന്മം, പൂർവജന്മം, ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഈശ്വരനിൽ ദൃഢമായ അചഞ്ചലമായ വിശ്വാസമുണ്ട് താൻ. അതെങ്ങനെയാണ് അപ്പോൾ എന്നെ പോലെയുള്ളവർ, ഞാൻ മാത്രമായിരിക്കില്ല അങ്ങനെ ഈശ്വരനുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്? അതും സ്വാനുഭവത്തിൽ ഊന്നി നിന്നിട്ടുള്ള തിരിച്ചറിവ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കും. ചിലതൊക്കെ ചെയ്താൽ ഇന്ന ഫലമായിരിക്കും എന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധയോടുകൂടിയാണ് നാം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടുള്ളത്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ചെയ്യണം, ഇന്നത് സാധിക്കും അല്ലെങ്കിൽ ഇന്നതായിരിക്കും അനുഭവം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ആ അനുഭവത്തെ തന്നു എന്ന് വരില്ല. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല മുഖതാവിൽ കാണുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ വ്യത്യസ്തമാകും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലുടനീളം അദൃശ്യ സാന്നിധ്യമരുളുന്ന ഒരു ദിവ്യ ശക്തിയുടെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം ഒരു ദിവ്യശക്തിയുടെ കരസ്പർശം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിത ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് ഞാനെന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഇട്ടാവട്ട ബോധസ്വരൂപിയല്ല, മറിച്ച് മറ്റേതോ ഒരു ശക്തിയാണ്. മറ്റേതോ ഒരു ശക്തിയാണ് ഞാൻ എൻ്റേത് എന്ന് കരുതുന്ന എൻ്റെ ജീവിത യാത്രയെ നിയന്ത്രിക്കുന്നത്, നിശ്ചയിക്കുന്നത്. ആ ദിവ്യ ശക്തിയെ ഞാൻ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. എന്ത് പേരിട്ട് വേണമെങ്കിലും അതിനെ വിളിക്കാം. ഒരു പേരിടാതെയും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷേ അതുണ്ട്. ഒരു ദിവ്യമായ, ദിവ്യം എന്നുള്ള വാക്കും കൂടി മാറ്റിക്കോളൂ, വിരോധമൊന്നുമില്ല. ഒരു അദൃശ്യമായ ശക്തിയുടെ കരവിന്യാസം നമ്മുടെ ജീവിതത്തിലുടനീളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അവധാനതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ നിരീക്ഷണ വിധേയമാക്കിയാൽ അതിൽ സംശയമൊന്നുമില്ല.
നമ്മൾ വളരെ എന്തും പ്രയത്നിച്ചാൽ നേടാൻ സാധിക്കും എന്നൊക്കെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രയത്നം കൊണ്ട് മാത്രമല്ല നമ്മൾ ഒരു കാര്യവും നേടുന്നത്. പ്രയത്നിക്കാതെയും നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രയത്നിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ ഇല്ലാതെയായി പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചിലതൊക്കെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രം നഷ്ടമായി പോയിട്ടും ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നേട്ടകോട്ടങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്തിന്റെ ഫലമാണ്. നേട്ടം മാത്രമല്ല ഈശ്വരാനുഗ്രഹത്തിന്റെ ഫലം, കോട്ടങ്ങളും ഈശ്വരാനുഗ്രഹത്തിന്റെ ഫലം തന്നെയാണ്. അപ്പൊ മറ്റൊരു ചോദ്യം ബാക്കിയാവാണ് അവിടെ. ഉച്ചനീചത്വങ്ങൾ എങ്ങനെയാ നമ്മൾ പറയുക? ഈ ലോകത്ത് പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുണ്ട്. പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്, ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, സുഖം അനുഭവിക്കുന്നവരുണ്ട്, രോഗമുള്ളവരുണ്ട്, രോഗമില്ലാത്തവരുണ്ട്. ഇതൊക്കെ എങ്ങനെയാ നമ്മൾ വിശദീകരിക്കുക? ഒരിടത്താണെങ്കിൽ ധാരാളം വെള്ളം, മറ്റൊരിടത്താണെങ്കിൽ തുള്ളി കുടിക്കാൻ പോലും ഇല്ല. അങ്ങനെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളാൽ സമൃദ്ധമാണ് ഈ ഭൂമി. ഇതെങ്ങനെ നമ്മൾ വിശദീകരിക്കും? അതും വളരെ ലളിതമാണ് എന്നാണ് എൻ്റെ വാദം. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഈശ്വരൻ്റെ ആവിഷ്കാരമാണ്. ഈ പ്രപഞ്ചം തന്നിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളെ ഈശ്വരൻ പ്രകടിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഈശ്വരൻ എന്ന മഹാനടന്റെ കഴിവുകളുടെ പ്രതിഫലനമാണ് ഈ കാണുന്ന നാനാത്വം. ഈ കാണുന്ന നാനാത്വങ്ങളിൽ ഓരോന്നും ആ മഹാനടന്റെ കഥാപാത്രങ്ങളാണ്. ആ മഹാനടൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളായി പകർന്നാടുന്നതാണ് ഈ പ്രപഞ്ചം. മനുഷ്യൻ എന്ന നടന് ഒരു സമയത്ത് ഒരു കഥാപാത്രം മാത്രമേ ആകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മനുഷ്യരുടെ പരിമിതിക്കകത്തല്ല ഈശ്വരൻ. മനുഷ്യയുക്തിക്ക് നിരക്കുന്ന കാര്യകാരണങ്ങളാൽ ബന്ധിതനല്ല ഈശ്വരൻ. ഈശ്വരൻ ഇതിനെല്ലാം അപ്പുറമാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് തീയായും വെള്ളമായും പകർന്നാടാൻ ഈശ്വരന് കഴിയും. ഒരേ സമയത്ത് ദുഷ്ടനായും ശിഷ്ടനായും പകർന്നാടാൻ ഈശ്വരന് കഴിയും. അങ്ങനെ ഈശ്വരൻ തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കുന്ന പകർന്നാട്ടമാണ് ഈ പ്രപഞ്ചം. ഇതിൽ ഏറ്റവും ദുഃഖിക്കുന്ന ഒരാളുടെ ഉള്ളിലിരുന്നും ഈശ്വരൻ ആനന്ദം അനുഭവിക്കുന്നു. ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ഒരാളുടെ ഉള്ളിലിരുന്നും ഈശ്വരൻ ആനന്ദം അനുഭവിക്കുന്നു. കഥാപാത്രങ്ങളുടെ സുഖദുഃഖങ്ങൾ നടനെ ബാധിക്കാറില്ല. അതുപോലെ ഈ പ്രപഞ്ചം ആയി പകർന്നാടുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല. അപ്പൊ വ്യത്യസ്ത രീതികളിൽ നമുക്ക് ഈശ്വരൻ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാം. ഏത് നിഗമനത്തിലൂടെയാണെങ്കിലും തിരിച്ചറിവുള്ളവർക്ക് ഈശ്വര സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാതിരിക്കുകയില്ല. തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ നിഷ്പക്ഷമായി അവലോകനം നടത്തണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുടനീളം, അത് ഇടയ്ക്കുണ്ടായി ഇടയ്ക്കില്ലാതെയായി, ഇടയ്ക്കുണ്ടായി ഇടയ്ക്കില്ലാതെയായി, അങ്ങനെയല്ല, ഉടനീളം ഈ ദിവ്യ ശക്തിയുടെ ലീലാവിലാസമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഓരോരുത്തരുടെയും ജീവിതം, അവർ ഈശ്വരോന്മുഖരായിക്കൊള്ളട്ടെ അല്ലാതിരുന്നു കൊള്ളട്ടെ, അവർ ഈശ്വരവാദികളായിക്കൊള്ളട്ടെ നിരീശ്വരവാദികളായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കരസ്പർശം ഉണ്ട്. അതില്ലാത്തവർ ഈ ലോകത്ത് ഇല്ല. കാരണം ഈ ലോകത്തുള്ളതെല്ലാം ഈശ്വരന്റെ തന്നെ പകർന്നാട്ടമാണ്. അപ്പൊ പല രീതിയിൽ നമുക്ക് ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ പരിമിതമായ യുക്തിയെ വേണ്ടുന്നതുപോലെ വിനിയോഗിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ ഉണ്ട് എന്ന കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാൻ
സാധിക്കും പൃഥു മഹാരാജാവിനെ പോലെ. നമുക്കിനിയും തുടർന്ന് പൃഥു സദസ്യരോട് എന്താ പറയുന്നത് എന്ന് കേൾക്കാം. സ്വയംഭുവമനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, എൻ്റെ പിതാവിൻ്റെ പിതാവായ അങ്കൻ എന്നീ രാജാക്കന്മാരുടെയും രാജഋഷിമാരുടെയും അവരെ പോലെയുള്ള മറ്റു മഹാത്മാക്കളുടെയും ബ്രഹ്മദേവന്റെയും ശ്രീപരമേശ്വരന്റെയും പ്രഹ്ലാദന്റെയും മഹാബലിയുടെയും അഭിപ്രായവും സർവശക്തനായ ഭഗവാൻ ഉണ്ടെന്നു തന്നെയാകുന്നു. നമുക്ക് മുമ്പേ പോയവരുടെ അഭിപ്രായവും കൂടി കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വന്തം അനുഭവത്തിലൂടെ, സ്വന്തം തിരിച്ചറിവിലൂടെ നാം ഈശ്വരനിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമുക്ക് മുമ്പ് ഈ ഈശ്വരനെ തിരിച്ചറിഞ്ഞവരാരെങ്കിലും ഉണ്ടോ എന്ന് ചരിത്രത്തിന്റെ താളുകളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് മുമ്പും പലരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പൃഥു മഹാരാജാവ് തനിക്ക് മുമ്പ് ജീവിതാനുഭവങ്ങളിലൂടെ ഈശ്വരനെ ജീവിതാനുഭവങ്ങളിലൂടെ അല്ലാതെ കണ്ടെത്തുന്ന ഈശ്വരന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ ഒരാൾക്കും സാധിക്കില്ല. പുസ്തകങ്ങളുടെ ഏടുകളിൽ നിന്ന് കടമെടുക്കുന്ന ഈശ്വര സങ്കല്പം ജീവിതത്തിൽ വലിയ പ്രയോജനമൊന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് ജീവിതാനുഭവങ്ങൾ ഇത് വളരെ പ്രധാനം. ഇപ്പൊ പൃഥു മഹാരാജാവ് തൻ്റെ ജീവിതത്തിൽ ഈശ്വരനെ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം മാത്രമല്ല, സ്വയംഭൂവമനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, എൻ്റെ പിതാവിൻ്റെ പിതാവായ അങ്കൻ എന്നീ രാജാക്കന്മാരുടെയും രാജഋഷിമാരുടെയും അവരെ പോലെയുള്ള മറ്റു മഹാത്മാക്കളുടെയും, ചിലരുടെ പേരുകൾ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ, മറ്റു മഹാത്മാക്കളുടെയും ബ്രഹ്മദേവന്റെയും ശ്രീപരമേശ്വരന്റെയും, പുരാണങ്ങളിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളെല്ലാം നമ്മളെ പോലെ തന്നെയുള്ളവരാണ് എന്നാണ് പൃഥു മഹാരാജാവ് കരുതുന്നത്. അപ്പം അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് നമുക്കും ചിലത് ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും ഉണ്ട്. ഇപ്പൊ ബ്രഹ്മദേവന്റെയും ശ്രീപരമേശ്വരന്റെയും പ്രഹ്ലാദന്റെയും മഹാബലിയുടെയും അഭിപ്രായവും സർവശക്തനായ ഭഗവാൻ ഉണ്ടെന്ന് തന്നെയാകുന്നു. എൻ്റെ മാത്രമല്ല, എനിക്ക് മുമ്പേ പോയിട്ടുള്ള മഹാരഥന്മാരിൽ പലരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. പൂർവജന്മങ്ങളിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായി മൃത്യുദേവന്റെ പുത്രിയുടെ പുത്രനായി പിറന്ന വേനനെ പോലെയുള്ള ആളുകൾ ഈശ്വര സാന്നിധ്യത്തെ നിഷേധിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പൃഥു മഹാരാജാവിന്റെ ഈശ്വര വിശ്വാസം കർമ്മബദ്ധമാണ്. കർമ്മം എന്നുള്ള സങ്കല്പബദ്ധമാണ്. അത് മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കർമ്മം വളരെ ശക്തമായിട്ട് ഭാരതീയ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. പൂർവജന്മങ്ങളിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായി മൃത്യുദേവന്റെ പുത്രിയുടെ പുത്രനായി പിറന്ന വേനനെ പോലെയുള്ള ആളുകൾ ഈശ്വര സാന്നിധ്യത്തെ നിഷേധിക്കുന്നു. വേനനെ പോലെയുള്ളവര് ഈശ്വര സാന്നിധ്യമില്ല എന്നാ പറയണത്. അതെന്തുകൊണ്ടാണ്? അവരുടെ പൂർവജന്മ ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളെങ്ങനെയാ അതിനെ വ്യാഖ്യാനിക്കുക? ഈ കർമ്മത്തിൽ വിശ്വാസം ഇല്ലാത്തവര് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഒരു മഹാനടൻ എപ്പോഴും നല്ല കഥാപാത്രങ്ങളെ മാത്രമായിരിക്കുകയില്ല സ്വീകരിക്കുന്നത്. ഒരു മഹാനടൻ തൻ്റെ കഴിവുകളെ പരിപൂർണമായി അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ദുഷ്ടകഥാപാത്രമായി പകർന്നാടുവാനും തയ്യാറാണ്. നല്ല കഥാപാത്രങ്ങൾ മാത്രമായിട്ടല്ല കഴിവുകളെ പ്രതിഫലിപ്പിക്കുക, ദുഷ്ടകഥാപാത്രങ്ങളായിട്ടും കഴിവുകളെ പ്രതിഫലിപ്പിക്കാം. അപ്പം ദുഷ്ടകഥാപാത്രങ്ങളായി പകർന്നാടുന്നവരും ശിഷ്ടകഥാപാത്രങ്ങളായി പകർന്നാടുന്നവരും ഒരേ ഈശ്വരൻ തന്നെയാണ്. ഇത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. കാരണം നല്ലത് ചീത്ത വേണ്ടത് അതിൻ്റെ ഈ ഭേദചിന്തയുടെ ആഴങ്ങളിൽ കിടക്കുന്നവർക്ക് ഈ ചിന്താഗതി പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകാനും ദഹിക്കാനും പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെ ഇത് കേട്ടാൽ മനസ്സിലാകാത്തവരുണ്ട് എങ്കിൽ കൺഫ്യൂഷനൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. കർമ്മഫല സിദ്ധാന്തത്തെ സ്വീകരിച്ചാലും മതി. ഏത് സ്വീകരിച്ചാലും ഈശ്വരനുണ്ട്.
അപ്പം കർമ്മഫല സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, പൂർവജന്മങ്ങളിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായി മൃത്യുദേവന്റെ പുത്രിയുടെ പുത്രനായി പിറന്ന വേനനെ പോലെയുള്ള ആളുകൾ ഈശ്വര സാന്നിധ്യത്തെ നിഷേധിക്കുന്നു. വേണ്ടതുപോലെ ജീവിതത്തെ നിഷ്പക്ഷതയോടുകൂടി വീക്ഷിക്കുവാൻ അപ്രാപ്തരായവർ ഈശ്വരനുണ്ട് എന്ന് അംഗീകരിക്കില്ല. സർവേശ്വരനെ യഥാശക്തി ഭജിക്കുക എന്ന സുപ്രധാന ധർമ്മത്തെ അംഗീകരിക്കാത്ത അവരെ പോലെയുള്ള ദുഷ്ടന്മാർ ധർമ്മത്തെ അധർമ്മമെന്നും അധർമ്മത്തെ ധർമ്മമെന്നും കരുതുന്നവരാണ്. ഇപ്പൊ ഈ ഒരു വരിയിലൂടെ ഈശ്വര ആരാധന കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നും പറയുകയാണ്. ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിവുണ്ടാകും. ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും വേണ്ടതെന്താണെന്നും വേണ്ടാത്തതെന്താണെന്നും തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിവ് കൊണ്ട് പ്രവൃത്തി കൃത്യമായിരിക്കും. നേരെ മറിച്ച് ഈശ്വരനുണ്ട്, സർവേശ്വരനെ യഥാശക്തി ഭജിക്കുക എന്ന സുപ്രധാന ധർമ്മത്തെ അംഗീകരിക്കാത്തവർ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താ? ഈശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ്. ഈശ്വരനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ദൂരത്തെവിടെയോ ഇരിക്കുന്ന ഈശ്വരനെ എങ്ങാണ്ടോ ഒരിടത്തിരിക്കുന്ന നമ്മൾ പാട്ടുപാടി പുകഴ്ത്തി പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല. ഈശ്വരനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് അവയറാവുക എന്നുള്ളതാണ്. ഈശ്വരനെ കുറിച്ച് അവയറാവുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. സർവജീവജാലങ്ങളുടെയും ചരാചരാത്മകമായ പ്രപഞ്ചത്തിൽ ഓരോന്നിൻ്റെയും ഹൃദയത്തിൽ, കേന്ദ്രത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു. അന്തര്യാമി സ്വരൂപിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അവയർനെസ് കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. ആ അവയർനെസ്സോടുകൂടി, അവബോധത്തോടുകൂടി ഈശ്വരൻ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഈശ്വര പ്രേരിതരായിട്ടാണ് നാം ഓരോന്ന് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എന്ന തിരിച്ചറിവോടുകൂടി ഇരിക്കുക. അതാണ് ഈശ്വര ഭജനം. അങ്ങനെ ഈശ്വരനെ ഭജിക്കുന്നവർക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഈശ്വരനെ ഭജിക്കാത്തവർക്കോ സർവേശ്വരനെ യഥാശക്തി ഭജിക്കുക എന്ന സുപ്രധാന ധർമ്മത്തെ അംഗീകരിക്കാത്ത അവരെ പോലെയുള്ള, വേനനെ പോലെയുള്ള ദുഷ്ടന്മാർ ധർമ്മത്തെ അധർമ്മമെന്നും അധർമ്മത്തെ ധർമ്മമെന്നും കരുതുന്നവരാണ്. യഥാശക്തി ഭജിക്കുക. ഈ യഥാശക്തി ഭജനം നമ്മൾ ഇടയ്ക്ക് മറന്നു പോകും. നമുക്ക് 24 hours 365 days ഈ അവയർനെസ് നിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല. അവയർനെസ് വിട്ടുപോകും, കുഴപ്പമൊന്നുമില്ല. വിട്ടുപോകുന്നതിന് കണക്കാരും വെക്കില്ല. ഓർക്കുമ്പോൾ ഈ അവയർനെസ്സിലേക്ക് തിരിച്ചു വരിക. എന്ത് ചെയ്യുമ്പോഴും അവയർനെസ്സോടുകൂടി ചെയ്യുവാൻ തീരുമാനിക്കുക. എന്ത് കേൾക്കുമ്പോഴും അവയർനെസ്സോടുകൂടി കേൾക്കാൻ തീരുമാനിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അവയർനെസ് പതുക്കെ 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 ശക്തമായി തീരും. അപ്പം നമുക്ക് യഥാശക്തി എന്നുള്ളത് കൂടി വരും. അപ്പം മറന്നുപോയിക്കൊള്ളട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഓർക്കുമ്പോൾ ആ അവയർനെസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ അവയർനെസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ സാധിക്കും. അവരെ പോലെയുള്ള, അപ്പൊ ദുഷ്ടന്മാർ എന്നാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? അവയർനെസ് ഇല്ലാത്തവര്. ദുഷ്ടത എന്നുള്ളത് മോശം, അങ്ങനെ തള്ളിക്കളയേണ്ടതൊന്നും എടുക്കണ്ട. ഇവിടെ ദുഷ്ടം എന്ന് പറഞ്ഞാൽ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാത്തവർ, ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുന്നവർ. ഇതാണ് അതിൻ്റെ ചുരുക്കാർത്ഥം. ധർമ്മം എന്നും കരുതുന്നവരാണ്. അവരെ കുറിച്ച് ഖേദിക്കുകയല്ലാതെ സജ്ജനങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. വേനനെ പോലെയുള്ളവരെ നമ്മൾ നേരത്തെ കേട്ടു. വേനനെ പലതരത്തിൽ ഇവർ ഉപദേശിച്ചിട്ടൊന്നും ഒരാളെയും നമുക്ക് നേരെയാക്കാൻ സാധിക്കില്ല. നേരെയാകേണ്ടവരാണ് എങ്കിൽ അവരൊരു പക്ഷേ ഉപദേശം കേട്ടാൽ നേരെ ആയേക്കാം. അതുകൊണ്ടാണ് പലരും ഉപദേശിക്കുന്നത്. നമുക്ക് വേറൊരാളെ നേർവഴിയിലേക്ക് നയിക്കാൻ സാധിക്കില്ല. ഓരോരുത്തർക്കും അവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ നയിക്കുന്ന വഴിയെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഓരോ കഥാപാത്രങ്ങൾക്കും രചയിതാവ് എഴുതിക്കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് മാത്രമേ ഡയലോഗുകൾ പറയാൻ സാധിക്കുകയുള്ളൂ.
താൻ പറയേണ്ടുന്ന ഡയലോഗുകൾ തിരുത്തുവാനുള്ള അവകാശം കഥാപാത്രമായ തനിക്കില്ല. അത് രചയിതാവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറൊരാളെ ഉപദേശിച്ച് നേരെയാക്കാൻ സാധിക്കില്ല. നേരെയാകേണ്ടവർക്ക് നേരെയാകാനുള്ള സമയമായാൽ കൊഴിഞ്ഞു വീഴുന്ന ഒരു ഇലയിൽ നിന്നു പോലും ഉപദേശത്തെ സ്വീകരിച്ച് നേരെയാകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവരെ കുറിച്ച് ഖേദിക്കുകയല്ലാതെ സജ്ജനങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ജഡങ്ങളായ കർമ്മങ്ങൾക്ക് അവയ്ക്കനുസൃതമായ ഫലങ്ങൾ നൽകുവാനുള്ള കഴിവില്ല. കർമ്മങ്ങൾ ജഡമാണ്. ജഡങ്ങളായ കർമ്മങ്ങൾക്ക് അവയ്ക്കനുസൃതമായ ഫലം നൽകുവാനുള്ള കഴിവില്ല. കർമ്മങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെയെല്ലാം പ്രദാനം ചെയ്യുന്നതിനുള്ള സാമർഥ്യം ഈശ്വരന് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രവർത്തികൾക്കും ഫലം തരുന്നതും പരഫലം തരാത്തതും ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ ഉണ്ടെന്നു തന്നെ വിദ്വാൻമാർ ഉറപ്പിച്ചു പറയുന്നത്. ഏതു രീതിയിൽ നോക്കിയാലും ഈശ്വരൻ ഉണ്ട് എന്നല്ലാതെ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ സ്വന്തം ജീവിതാനുഭവത്തെ നിഷ്പക്ഷതയോടുകൂടി വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന തിരിച്ചറിവാണ് ഈശ്വരൻ.